നമസ്തേ, തത്വവാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് പ്രൊഫസർ ഡോക്ടർ കെ ജയപ്രസാദ് സാറാണ്. സാറ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലർ ആയിരുന്നു. ഇപ്പോൾ നല്ലൊരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. നമസ്തേ സാർ. കുറെ നാളായിട്ട് നമുക്കുള്ള രണ്ട് അലയൻസസ് ആണ് ഇവിടെ ഭരിക്കുന്നത്, കേരളം ഭരിക്കുന്നത്. UDF അല്ലെങ്കിൽ LDF. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഒരു മൂന്നാം മുന്നണി മുന്നിലേക്ക് വരുന്നുണ്ട്, NDA. അപ്പൊ ആ NDA വരുന്നതിന്റെ ഒരു ഇമ്പാക്ട് എത്രയാണ് അനുഭവിക്കുക LDF UDF? ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് LDF വരുമോ UDF വരുമോ? കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം നമ്മുടെ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള അല്ലെ ഒരു മുന്നണി രാഷ്ട്രീയം തുടങ്ങുന്നത് കേരളത്തിലാണ്. അത് നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1960 യഥാർത്ഥത്തിൽ ഔദ്യോഗികമായ മുന്നണി രാഷ്ട്രീയം തുടങ്ങുന്നത് കേരള രൂപീകരണത്തിന് ശേഷം. എന്നാൽ അതിനു മുമ്പും ചില മുന്നണി സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ 60 മുന്നണി അതിൽ കോൺഗ്രസും PSPയും മുസ്ലിം ലീഗും ചേർന്നിട്ട് ഒരു ഭാഗത്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറുഭാഗത്തുമായിട്ടാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷെ അതിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തില്ല, പിന്നെ സ്പീക്കർ സ്ഥാനം കൊടുത്തു. പക്ഷെ PSPയും കോൺഗ്രസും കൂടെയുള്ള മുന്നണിയായിരുന്നു. പിൽക്കാലത്ത് 67 ഇന്ത്യക്ക് ഇന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള മോഡേൺ കോയലിഷൻ സിസ്റ്റം, അതായത് കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വ്യത്യസ്ത ആശയങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു വന്നിട്ടുള്ള ഒരു ഫോർമൽ അലയൻസ്, പ്രീ പോൾ അലയൻസ് വിത്ത് കോമൺ മിനിമം പ്രോഗ്രാം. അങ്ങനെ EMS നമ്പൂതിരിപ്പാടിന്റെ സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ വന്നു 67. പക്ഷെ 2 വർഷത്തിനുള്ളിൽ ആ മുന്നണി പരാജയപ്പെട്ടു. അതിനുശേഷം അതിൽ നിന്ന് പിളർന്നും പിന്നീട് കോൺഗ്രസും കൂടെ ചേർന്നിട്ടാണ് യുണൈറ്റഡ് ഫ്രണ്ട് എന്നും പിന്നീട് 80 അത് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നുള്ള ഇതിൽ മാറി. അപ്പൊ നമ്മുടെ 67 മുന്നണിയുടെ പേര് ലെഫ്റ്റ് ഫ്രണ്ട് എന്നായിരുന്നു. അതില് CPI CPM കൂടാതെ മുസ്ലിം ലീഗ്, RSP, സോഷ്യലിസ്റ്റ് പാർട്ടി, KSP KTP തുടങ്ങിയ കക്ഷികളാണ് ആ 67 മുന്നണിയിലുണ്ടായിരുന്നത്. പിന്നീട് 69 മുതൽ 80 വരെ കേരളത്തിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നത് യുണൈറ്റഡ് ഫ്രണ്ട് എന്നുള്ള തരത്തിൽ കോൺഗ്രസ് ഫ്രണ്ട് ആയിരുന്നു. അതിൽ അച്യുതമേനോൻ ഗവൺമെന്റാണ് ആദ്യം 1 വർഷത്തോളം അദ്ദേഹത്തിന്റെ ഇടക്കാല ഗവൺമെന്റ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വരിക ചെയ്തത്. ആ മുന്നണി തന്നെ തുടർന്നു. 80കളിൽ മുന്നണി സമവാക്യങ്ങൾ മാറി. അതിൽ ആണ് ഇടത് വലത് മുന്ന് നമ്മൾ കാണുന്ന UDFും LDFും വരുന്നത്. അന്ന് മുതൽ ഒരു ബൈപോളർ പോളിറ്റിക്സ് കേരളത്തിൽ വളരെ വ്യക്തമായി കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ ബൈപോളർ പോളിറ്റിക്സിന് ബദലായിട്ട് കേരളത്തിലെ മൂന്നാം മുന്നണിയായിട്ട് BJP ഈ തെരഞ്ഞെടുപ്പിലല്ല, വളരെ മുന്നേ തന്നെ 82 തെരഞ്ഞെടുപ്പ് മുതൽ BJP രംഗത്തുണ്ടായിരുന്നു. പിന്നീട് നമ്മളൊരു 4-5 മണ്ഡലങ്ങളിലെങ്കിലും ത്രികോണ മത്സരം 87 ശക്തമായ ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് BJP 2ാം സ്ഥാനത്ത് വരികയും ചെയ്തിരുന്നു, തിരുവനന്തപുരം ഈസ്റ്റിൽ. പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രകടമായ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ കാണുന്നത് 2014 ദേശീയ തലത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുണ്ടായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒരു മാറ്റം കേരളത്തിൽ കണ്ടു തുടങ്ങിയിരുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നേരത്തെ നമ്മൾ മൊത്തം പോൾ ചെയ്യുന്നതിന്റെ 95 മുതൽ 96% വരെ വോട്ടുകൾ 2 മുന്നണികളായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയായിരുന്നു. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴത്തേക്കും ആ 2 മുന്നണികളുടെ വോട്ട് 73% കുറഞ്ഞു. അപ്പം BJPക്ക് ആ തെരഞ്ഞെടുപ്പിൽ 15% മുകളിൽ വോട്ട് BJP മുന്നണിക്ക് ലഭിക്കുന്നത്. പക്ഷെ നമ്മൾ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ 80 താഴെയാണ്. 70 ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2025 72.8% വോട്ടാണ് 2 മുന്നണികളും കൂടെ നേടിയത്. അതായത് കേരളത്തില് 2 മുന്നണികളും ദുർബലമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പരമ്പരാഗതമായി നിലനിന്നൊരു ബൈപോളർ കോയിലേഷൻ പോളിറ്റിക്സ് ഉണ്ടായിരുന്നു. അതിന്റെ പ്രത്യേകത, ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിന്ന് ഒരു കക്ഷി പുറത്തു പോകുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മറ്റു മുന്നണിയിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത, ഇടതുപക്ഷ മുന്നണിയിലുള്ള എല്ലാ ഘടകകക്ഷികളും ഏതെങ്കിലും സമയത്ത് കോൺഗ്രസ് മുന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസ് മുന്നണിയിലുള്ള എല്ലാ ഘടകകക്ഷികളും ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുണ്ട്. കോൺഗ്രസ് തന്നെ ഒരു കാലത്ത് ആന്റണിയുടെ പക്ഷമായിരുന്ന വയലാർ രവിയുടെ പക്ഷം ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുണ്ട്. പിന്നീട് 2005 കെ കരുണാകരനും മുരളീധരനും കൂടെ DIC ഉണ്ടാക്കിയിട്ട് അവരും ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ കേരളത്തിലെ ഇടതുവല്ലാത്ത മുന്നണികള് ആശയപരമായിട്ടോ സംഘടനാപരമായിട്ടോ 2 വ്യത്യസ്ത ധ്രുവങ്ങളെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇലക്ഷനിൽ 2 ധ്രുവങ്ങളിൽ മത്സരിക്കുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഒരു മൂന്നാം ബദൽ
അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത ആദ്യമായിട്ട് പൊതുസമൂഹത്തിന്റെ ഇടയിൽ BJPക്ക് കുറച്ചുകൂടെ ഒരു സ്വീകാര്യത വന്നു. അതായത് മണ്ഡലങ്ങൾ നമ്മൾ നേരത്തെ വെല്ലിലുണ്ടാവുന്ന മണ്ഡലങ്ങളിൽ നിന്ന് അത് വലിയ വലിയ മുന്നേറ്റം നടത്തി. അപ്പൊ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിരുന്നു ശരിക്കും ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നത്. BJP 19.6% വോട്ട് നേടുകയും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ തൃശ്ശൂർ വിജയിക്കുകയും 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് വരികയും ചെയ്തു. അതായത് തിരുവനന്തപുരവും ആറ്റിങ്ങലും. അതുപോലെ മറ്റു പല മണ്ഡലങ്ങളിലും അത് ആലപ്പുഴയുള്ള മണ്ഡലങ്ങളിലൊക്കെ BJP നല്ല വോട്ട് വർദ്ധിപ്പിക്കേണ്ടത്. അത് മാത്രമല്ല ഏതാണ്ട് 29 അസംബ്ലി സെഗ്മെന്റിൽ BJPക്ക് 40,000 മുകളിൽ 61,000 വരെയുള്ള വോട്ട് ലഭിക്കുക. നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ വിടവുണ്ടായതാണ്. അതിലുണ്ടായ വിള്ളലിനെ സൂചിപ്പിക്കാനായിരുന്നു. മനസ്സിലായി. അപ്പൊ നേരത്തെ നമ്മൾ 95% വോട്ട് 2 മുന്നണികൾ പോകുന്നിട്ട് 3-ാം മുന്നണി വരികയും ആ 3-ാം മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഏതാണ്ട് 29 അസംബ്ലി സെഗ്മെന്റിൽ 40,000-നും 61,000-നും ഇടയിൽ വോട്ട് ലഭിക്കുക മാത്രമല്ല 11 അസംബ്ലി സെഗ്മെന്റിൽ 1-ാം സ്ഥാനത്തും 20 അസംബ്ലി മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തിനും UDFന്റെ മുകളിലായിരുന്നു. 20 മണ്ഡലങ്ങളിൽ LDFന്റെ മുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു 10 മണ്ഡലങ്ങളിൽ നാമമാത്രമായ ഡിഫറൻസ് ആണ് LDF തമ്മിലുള്ളത്. മാത്രമല്ല ഇടതുപക്ഷവും BJPയും തമ്മിൽ ഏതാണ്ട് 40-ലധികം മണ്ഡലങ്ങളിൽ ഏതാണ്ട് തുല്യ വോട്ടാണ്. 1000-2000 വോട്ടിന്റെ വ്യത്യാസം വരും. അപ്പൊ ഇവിടെ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ സ്വാധീനിക്കുമോ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ സ്വാധീനിക്കുമോ എന്നുള്ള ചോദ്യം വരാം. തീർച്ചയായിട്ടും 3 തെരഞ്ഞെടുപ്പുകളും 3 തരത്തിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ നമ്മളൊരു രാഷ്ട്രീയ കാലാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ, കാരണം കേരളം വളരെ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയ ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒരു തേർഡ് ഫ്രണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് എമർജ് ചെയ്താൽ അതിന്റെ അതേ ലെവലിലായിരിക്കില്ല അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ. പക്ഷെ അതൊരു ഫോഴ്സാണ്. ഉദാഹരണം തദ്ദേശ സ്വയംഭരണത്തിൽ മാത്രം വോട്ട് ലഭിക്കുകയും പിന്നീട് ലോക്സഭയിൽ ഇല്ലാതെ വാനിഷ് ആകുകയില്ല. അപ്പൊ സാറ് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അത് അതേമാതിരി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിലും അത് പ്രതിഫലിക്കും എന്നാണോ? അല്ല, തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം അതേപടി പ്രതിഫലിക്കില്ലെങ്കിലും അതൊരു ട്രെൻഡാണ്. കാരണം അതിന് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് 2010 UDFന് വലിയ മേൽക്കോയ്മ ഉണ്ടായി തദ്ദേശ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ 11-ലെ തെരഞ്ഞെടുപ്പിൽ UDFന് വെറും 2 സീറ്റിന്റെ മെജോറിറ്റിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് നിയമസഭയിൽ പ്രതിഫലിക്കില്ല. പക്ഷേ ഒരു ട്രെൻഡാണ് പൊതുവെ കേരളത്തിൽ കാണുന്നത്. തദ്ദേശ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനമാണ് കൂടുതലും. അതിൽ വേരിയേഷൻ, നമുക്ക് വലിയൊരു വേരിയേഷൻ ഉണ്ടായത് 2010 മാത്രമാണ്. പക്ഷേ എന്നാലും UDF വിജയിച്ചു. പക്ഷെ ആ മേൽക്കോയ്മ ഉണ്ടായില്ല. നമ്മളെ വോട്ടിലെ ഷെയറിൽ ആ വോട്ട് മേൽക്കോയ്മ. എന്നാൽ 2025 UDFനല്ലേ കൂടുതലും? 2025 UDFന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ UDFന് വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ UDFന്റെ അഡ്വാൻറ്റേജ് കേരളത്തിലെ 14 ജില്ലകളിൽ ഒതുങ്ങുന്നില്ല. 14 ജില്ലകളിലല്ല, മറിച്ച് 7 ജില്ലകളിലേ ഉള്ളൂ എന്നുള്ളതാണ്. മറ്റ് 7 ജില്ലകളിൽ UDFനും BJPയും അല്ല LDFും BJPയും കൂടെ ഷെയർ ചെയ്യുന്നത്. അത് ഞാൻ ഇടതുമുന്നണിയും UDFും തമ്മിൽ 8 ലക്ഷം വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2025. അതായത് UDFന് 8 ലക്ഷത്തിന്റെ വോട്ട് കൂടുതലുണ്ട്. പക്ഷെ ആ 8 ലക്ഷം വോട്ട് എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ 5.5 ലക്ഷം വോട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമാണ്. 1,41,000 വോട്ട് എറണാകുളം ജില്ലയിൽ നിന്നാണ്. അതായത് 6,91,000 വോട്ട് 2 ജില്ലകളിൽ നിന്നാണ്. ബാക്കി 1,10,000 വോട്ടാണ് ബാക്കി 5 ജില്ലകളിലും കൂടെ ഷെയർ വരുന്നത്. അത് സൂചിപ്പിക്കുന്നത് UDFന്റെ മേൽക്കോയ്മ പ്രധാനമായിട്ട് ന്യൂനപക്ഷ കേന്ദ്രീകൃത ജില്ലകൾ. കേരളത്തിൽ 5 ജില്ലകളാണ് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ളത്. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ. അതായത് എറണാകുളം, ഇടുക്കി, കോട്ടയം എറണാകുളം, ഇടുക്കി, കോട്ടയം, മലപ്പുറം, വയനാട് ഈ 5 ജില്ലകളിലാണ് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാണ്. പത്തനംതിട്ടയിലും കാസർഗോഡും തൊട്ട് അടുത്ത് വരും. കാരണം ഒരു ന്യൂനപക്ഷങ്ങൾക്ക് ഏതാണ്ട് 44-45% വോട്ട് ഷെയർ ഉള്ളതാണ്. അപ്പൊ ആ തരത്തിൽ വരും. അപ്പൊ ഈ 7 ജില്ലകളിലാണ് UDFന്റെ വിജയം. പിന്നെ കോഴിക്കോട് നഗര മേഖലയിലും അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോഴും ഇപ്പം ജില്ലാ പഞ്ചായത്ത് 7 പഞ്ചായത്ത് ഇടതുപക്ഷത്തിനും 7 പഞ്ചായത്ത് UDFനുമാണ്. അപ്പൊ UDFന് കേരളത്തിലെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ തരത്തിലുള്ള ഒരു മേൽക്കോയ്മല്ല. വിശേഷിച്ചും ഏറ്റവും വലിയ ജില്ലകളായ നമ്മളെ അസംബ്ലി സെഗ്മെന്റിൽ നമ്പർ കൂടുതലുള്ള തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂര്, പാലക്കാട്, കണ്ണൂർ, ഒരു പരിധിവരെ കോഴിക്കോടും,
ഈ ജില്ലകളിൽ കോഴിക്കോട് UDF ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ജില്ലകളിലൊക്കെ UDFന്റെ സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഇപ്പം തിരുവനന്തപുരം ജില്ലയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് 26.6% വോട്ട് BJPക്ക് തന്നെ ലഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ, റവന്യൂ ജില്ലയിൽ. ലോകസഭയിൽ BJPക്ക് ലഭിച്ച തിരുവനന്തപുരം ജില്ലയിൽ 33%. അതായത് 14 നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരത്തെ ലോകസഭയിലെ BJPയുടെ വോട്ട് ഷെയർ NDAയുടെ വോട്ട് ഷെയർ 33%. തിരുവനന്തപുരം മണ്ഡലത്തിൽ 7 മണ്ഡലങ്ങളിലെ ശരാശരി 35.6, ആറ്റിങ്ങലിൽ അത് 31.8%. അപ്പൊ ആ തരത്തിൽ നോക്കുമ്പോഴത്തേക്കും ത്രിതല പഞ്ചായത്തിൽ വന്നപ്പോഴേക്കും അത് 26%-ത്തിലേക്ക് വന്നു. അപ്പൊ UDF ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായത്. BJP LDFന്റെയും UDFന്റെയും വോട്ട് ഈ BJPയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ കൂടുതൽ നഷ്ടം വന്നത് UDFനാണ്. മാത്രമല്ല BJPക്ക് മേൽക്കോയ്മയുള്ള മേഖലകളിലെല്ലാം മൈനോറിറ്റി പോളറൈസേഷൻ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് ഉണ്ടാകുക. അപ്പം BJPയുടെ വിജയ സാധ്യതയെ ഒഴിവാക്കാനായിട്ട് ഇടതുപക്ഷത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ കരമന ഇമാമിന്റെ ഒരു പ്രസ്താവന വളരെയധികം യൂട്യൂബിൽ അത് നടക്കുന്നുണ്ട്. അദ്ദേഹം പരസ്യമായിട്ട് അത് പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല SDPI പോലെയുള്ള സംഘടനകൾ, ജമായത്തെ ഇസ്ലാമിക്ക് ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും അവർ, അതായത് BJPക്ക് വിജയ സാധ്യത ഉള്ളിടത്ത് മുന്നണി നോക്കാതെ ആർക്കാണോ സാധ്യത അവർക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു പോളറൈസേഷൻ ഞാൻ പറഞ്ഞ 6-7 ജില്ലകളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ BJPക്ക് എവിടെയാണോ മേൽക്കോയ്മ വരില്ല അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ LDF ആണോ UDF ആണോ വരാൻ പോകുന്നത് എന്നുള്ളത്. കാരണം എന്തായാലും BJPക്ക് ഇപ്രാവശ്യം അവർക്ക് വോട്ട് ഷെയർ കൂട്ടാന്നല്ലാണ്ട് അല്ലെങ്കിൽ സീറ്റ്സ് കൂട്ടാന്നല്ലാണ്ട് അവർക്കൊരു ഭരണത്തിലേക്ക് അവർക്ക് എന്തായാലും വരാൻ പറ്റില്ല. അവര് ചിലപ്പോൾ അടുത്ത ഇലക്ഷൻ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ സാർ, എനിക്ക് ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വോട്ട് ഷെയർ ഇൻക്രീസിനാണോ അതോ സർട്ടൻ നമ്പർ ഓഫ് സീറ്റ്സിന് വേണ്ടി മാത്രമാണോ? BJP ദേശീയ തലത്തില് ഭരണകക്ഷിയാണ്. ഇന്ത്യയിൽ ഭൂരിപക്ഷ സ്റ്റേറ്റിൽ ഭരിക്കുന്ന കക്ഷി തലത്തില് സ്വാഭാവികമായിട്ടും ലക്ഷ്യമാക്കുക എന്തായിരിക്കും? വോട്ട് ഷെയറിൽ കൂടെ ഭരണം വരികയുള്ളൂ. അതുകൊണ്ട് BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നാമമാത്രമായി നമ്മുടെ കേരളത്തിലെ നെറേറ്റീവ്സിൽ പലപ്പോഴും BJP ഒരു തരത്തിൽ അങ്ങനെ ഒരു ഇത് വരും. പക്ഷെ യഥാർത്ഥത്തിൽ BJP ലക്ഷ്യമാക്കുന്നത് കേരളത്തിലെ വോട്ട് ഷെയർ കൂടാൻ, അതിലൂടെ അധികാരത്തിൽ വരാൻ തന്നെ. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും പോലെ പറ്റുന്നത് BJP വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ BJPയുടെ പരിമിതി എന്ന് പറഞ്ഞാൽ മുന്നണി രാഷ്ട്രീയത്തിലാണ് BJPയുടെ പരിമിതി. ഉദാഹരണത്തിന് കേരളത്തിലെ കോൺഗ്രസിന്റെ വോട്ടും CPMന്റെ വോട്ടും കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പുകളിൽ നമ്മളെടുത്ത ശരാശരി 25%. ബാക്കി അവർക്ക് കിട്ടുന്ന 40% മുന്നണി ഘടകകക്ഷികളിലൂടെ കിട്ടുന്നതാണ്. BJPക്ക് ഏതാണ്ട് 20%. നമ്മൾ ഈ സ്പോർട്സിലുള്ളതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി നമ്മൾ അളക്കേണ്ടത് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ തരത്തിലാണെങ്കിൽ പോലും അതിന്റെ ബെസ്റ്റ് പെർഫോമൻസ് എടുക്കുമ്പോൾ BJPക്ക് 20% വരെ അത് വന്നിട്ടുണ്ട്. 20% എന്ന് പറയുമ്പോൾ നമ്മൾ ചില മണ്ഡലങ്ങളിൽ അതിന്റെ തോത് വളരെ വലുതാണ്. സ്റ്റേറ്റ് വൈഡ് ആകുമ്പോഴാണ് 20 ആകുന്നത്. അപ്പൊ ഇമ്പാക്ട് ഫാക്ടർ നമ്മൾ എടുക്കുമ്പോൾ 20% എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ വരുമ്പോൾ ചെറുതായി തോന്നും. പക്ഷേ ആ 20% ഒരു 10, 30, 40 മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ വലിയ ഷെയർ ആയി മാറും. അപ്പം പലപ്പോഴും നമ്മുടെ വിജയത്തിന്റെ ഗതി മാറും. അപ്പൊ സാർ ഉദ്ദേശിക്കുന്നത് എന്താണ്? കോalition വഴി മാത്രമേ BJPക്ക് മുന്നേറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ 2020യുടെ സഹായം പിടിച്ചിരിക്കുന്നത്. കോalition ഒരു ക്രൂഷ്യൽ മൊമെന്റ് അല്ലേ സാർ? NDA എന്ന് പറയുന്നത് BJP തന്നെ ദേശീയ തലത്തിലെ കോalition ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തില് ഒറ്റയ്ക്കൊരു മൂന്നാം കക്ഷിക്ക് വരുന്നതിന് ചില പരിമിതികളുണ്ട്. കാരണം കോൺഗ്രസും CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി 57-ന് ശേഷം പിന്നീട് 60 കഴിഞ്ഞിട്ട് പിന്നീട് മുന്നണിയായിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്. അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മുന്നണി സംവിധാനത്തിലൂടെ തന്നെയായിരിക്കും BJP മുന്നേറുക. രണ്ടാമത് കേരളത്തിലെ ഹൈലി കമ്മ്യൂണലൈസ്ഡ് ആയിട്ടുള്ള വോട്ട് തന്നെയാണ്. അത് പോളിഷ്ഡ് രൂപത്തിലായിരിക്കും. അപ്പൊ കേരളത്തിലെ സെക്കുലർ പാർട്ടി എന്നാണ് കേരളത്തിലെ സംബന്ധിച്ചോളം SDPI സെക്കുലർ പാർട്ടിയാണ്, ജമായത്തെ ഇസ്ലാമി സെക്കുലർ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് സെക്കുലർ പാർട്ടിയാണ്. BJP മാത്രമാണ് വർഗീയ പാർട്ടിയായിട്ടുള്ളത്. ബാക്കി സെക്കുലർ പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തില് നമ്മൾ പറയുന്നത് പോലെയല്ല, ഇപ്പോഴത്തെ ജനസംഖ്യയിൽ ഏതാണ്ട് 47% ന്യൂനപക്ഷങ്ങളായിരിക്കും കേരളത്തിൽ. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല 5 ജില്ലകളിൽ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചുള്ള ആ ന്യൂനപക്ഷ വോട്ടുകൾ BJP എതിർക്കുന്നത് പൊളിറ്റിക്കലായിട്ടല്ല, ഒരർത്ഥത്തിൽ കമ്മ്യൂണലായിട്ടാണ്. കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ ഗുണങ്ങളുടെ അല്ലെങ്കിൽ ദോഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല മുസ്ലിം കമ്മ്യൂണിറ്റി എതിർക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എതിർക്കുന്നത്, കമ്മ്യൂണിറ്റി എന്നുള്ള തലത്തിൽ അവർ എതിർക്കുന്നത് ആ ഒരു ഗവൺമെന്റിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കില്ല. പക്ഷെ അതിനൊരു പൊളിറ്റിക്കൽ റീസൺ എന്നും പറയാൻ കഴിയില്ല. കാരണം പൊളിറ്റിക്കൽ റീസൺ ആണെങ്കിൽ
ഒരു കമ്മ്യൂണിറ്റിക്ക് പൊതു സ്വഭാവം വരില്ലല്ലോ. ഇപ്പൊ ഹിന്ദുക്കൾ എല്ലാവരും ഒരു പൊളിറ്റിക്സിലല്ല നിൽക്കുന്നത്. നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഒരേ ആംഗിളിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ കമ്മ്യൂണിറ്റി. ഉദാഹരണം മലപ്പുറം ജില്ലയിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പൊ ആ തരത്തിൽ വരുമ്പോഴാണ് നമ്മൾ അതിന്റെ കമ്മ്യൂണൽ പോളറൈസേഷൻ എന്ന് പറയുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ റീഅലൈൻമെന്റ് ഉണ്ടാകണം. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 78 മണ്ഡലങ്ങളിൽ UDFന് അഡ്വാൻറ്റേജ് ഉണ്ട്. LDFനും 2 മണ്ഡലങ്ങളിലാണ് BJPക്ക് ഉള്ളത്, ബാക്കി ഇടതുപക്ഷത്തിനാണുള്ളത്. പക്ഷേ അത് നമ്മൾ കുറച്ച് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ 14 മണ്ഡലം, ഞാൻ അതിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. UDFന്റെ വോട്ട് ഷെയറിലെ, അതായത് മേൽക്കോയ്മ എന്ന് പറയുന്നത് ഏതാണ്ട് 150 മുതൽ 1000 വോട്ട് വരെയാണ്. അതായത് നമ്മൾ ഗ്യാരണ്ടീഡ് വോട്ട് ഏതാണ്ട് 60 മണ്ഡലങ്ങളിലേ ഉള്ളൂ, അല്ലെങ്കിൽ 62 മണ്ഡലങ്ങളിലെ നമുക്ക് നിലവിലുള്ള അവരുടെ പെർഫോമൻസിൽ ഗ്യാരണ്ടി നമുക്ക് പറയാൻ കഴിയുള്ളൂ, നമ്മളൊരു ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ. അപ്പൊ ഇടതുപക്ഷത്തിന് ഈ പറഞ്ഞ ഇതുപോലെ അതിൽ കാരണം മൂന്നാമതൊരു കക്ഷിയിൽ നിന്ന് BJP വോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ അവസ്ഥ വരുന്നത്. അപ്പം ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും BJPക്ക് അഡ്വാൻറ്റേജ് കിട്ടിയ മേഖലകളിൽ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും തൃശ്ശൂരും ഒരു പരിധിവരെ പാലക്കാടും അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. നമ്മളെ വോട്ടിന്റെ കണക്കിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇടതുപക്ഷത്തിന്റെയും വോട്ട് കുറയുന്നുണ്ട്. പക്ഷെ എന്നാലും മൈനോറിറ്റിയുടെ സപ്പോർട്ട് കിട്ടുന്നത് ഇടതുപക്ഷത്തിനായിരിക്കാനാണ് സാധ്യത. കാരണം BJPക്ക് അഡ്വാൻറ്റേജ് ഉള്ളു. ഈ നിയമസഭയിൽ BJP വളരെയധികം ഏതാണ്ട് ഒരു 3 ഡസനോളം മണ്ഡലങ്ങളിൽ നല്ല മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഈ അത് മണ്ഡലത്തിന് ഫോക്കസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചില മണ്ഡലങ്ങൾ മാത്രം BJP നോക്കിയിരിക്കുന്നു, അല്ലാണ്ട് അവരുടെ ബേസ് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടല്ലോ. കാരണം നല്ലവണ്ണം പെർഫോം ചെയ്തിരുന്ന ചില കാൻഡിഡേറ്റ്സിനെ അവർ ആ സ്ഥലത്ത് നിന്ന് മാറ്റി തൃപ്പൂണിത്തറ തന്നെ ഇപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടല്ലോ. തൃപ്പൂണിത്തറയിലെ BJPയുടെ വോട്ട് ഷെയർ എത്രയെന്നറിയാമോ? അത് നമ്മുടെ മാധ്യമങ്ങൾ കൊണ്ടുവന്ന നറേറ്റീവാണ്. കഴിഞ്ഞ പ്രാവശ്യം മുനിസിപ്പാലിറ്റിയില് കഴിഞ്ഞ നിയമസഭയിലാണെങ്കിലും കഴിഞ്ഞ 2 നിയമസഭയിലും ലോകസഭയുടെ ഷെയർ വെച്ച് നോക്കിക്കഴിഞ്ഞാലും തൃപ്പൂണിത്തുറയിൽ BJP മാക്സിമം 30,000 വോട്ടാണുള്ള മുനിസിപ്പാലിറ്റി അല്ല ഒരു നിയമസഭാ മണ്ഡലം. യഥാർത്ഥത്തില് BJPക്ക് സാമാന്യം നല്ല വോട്ടുള്ള മണ്ഡലം 2020 കൊടുത്തത് തൃപ്പൂണിത്തുറയെക്കാളും ഉപരി കൊടുങ്ങല്ലൂരാണ്. തൃപ്പൂണിത്തുറയിൽ അത്രയും വോട്ട് ഷെയർ BJPക്ക് ഇല്ല. പക്ഷേ ചുറ്റുമുള്ള മണ്ഡലങ്ങളിൽ പഞ്ചായത്തുകളിൽ BJPക്ക് ഇതില്ല. തൃപ്പൂണിത്തുറയിലെ മെജോറിറ്റി പാർട്ടിയല്ല BJP. അതായത് നമ്മൾ 3 ത്രികോണ മത്സരത്തിന്റെ അഡ്വാൻറ്റേജ് ആണ് അവിടെ ഏറ്റവും വലിയ കക്ഷിയായിട്ട് ഭരണത്തിൽ വന്നതേ ഉള്ളൂ, അല്ലാതെ അവിടെ വലിയൊരു മേൽക്കോയ്മയില്ല. അപ്പൊ നമ്മൾ 140 മണ്ഡലങ്ങളിൽ 2 മണ്ഡലം വെച്ചാണ് ഈ നറേറ്റീവ് വന്നത്. അപ്പൊ നിങ്ങൾ പൊതുവെ അതിനാണ് നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ സൃഷ്ടിക്കുന്ന നറേറ്റീവ് നമ്മളെല്ലാം ഏറ്റുപറയും. ഉദാഹരണത്തിന് BJPക്ക് അത്രയും വിജയസാധ്യത തൃപ്പൂണിത്തുറ മണ്ഡലത്തിലുള്ള ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് എല്ലാ പാർട്ടിയുടെ വോട്ട് കണക്ക് പരിശോധിക്കുമ്പോൾ BJPയുടെ ആദ്യത്തെ ഒരു 30 മണ്ഡലങ്ങളിൽ കഴിഞ്ഞിട്ടായിരിക്കും തൃപ്പൂണിത്തുറ വരിക. ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും BJPക്ക് സാമാന്യം നല്ല പെർഫോമൻസ് ഉണ്ടാവും. കൂടുതൽ അപ്പൊ 14 മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലുള്ളതിൽ അരുവിക്കര മണ്ഡലം മാത്രമാണ്, അരുവിക്കരയും നെയ്യാറ്റിൻകരയുമാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ. പക്ഷെ ലോകസഭയിലെ നെയ്യാറ്റിൻകര മുന്നിലേക്ക് വന്നു, ഇടതുപക്ഷത്തെക്കാളും മുകളിലേക്ക് വന്നു. അപ്പൊ ആ തരത്തിൽ വരുമ്പോഴത്തേക്കും അരുവിക്കരയാണ് താരതമ്യേന ലേശം കുറവുള്ളത്. അതിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ 4 മണ്ഡലങ്ങൾ, അതുപോലെ ആറ്റിങ്ങലും അതുപോലെ കാട്ടാക്കടയും കഴിഞ്ഞ ലോകസഭയിൽ BJP 1ാം സ്ഥാനത്ത് വന്നിരുന്നു. നിയമസഭയിലും കഴിഞ്ഞ ആറ്റിങ്ങൽ 2ാം സ്ഥാനത്ത് വന്നിരുന്നു. വർക്കല, ചിറയൻകീഴ്, നെടുമങ്ങാട്, ഈ മണ്ഡലങ്ങൾക്ക് BJPയുടെ വോട്ട് ഷെയർ വളരെ വലുത് തന്നെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറ ആ റേഞ്ചിൽ വന്നിട്ടില്ല. മറ്റൊന്ന്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എറണാകുളം റവന്യൂ ജില്ലയുടെ BJP വോട്ട് ഷെയർ 6.1 ആണ്. കേരളത്തിൽ BJPക്ക് ഏറ്റവും വോട്ട് കുറവുള്ള ജില്ല 1ാമത് നിൽക്കുന്നത് എറണാകുളമാണ്, 2ാമത് മലപ്പുറമാണ്. മലപ്പുറത്ത് 6.8 വോട്ട്. അപ്പൊ അതുകൊണ്ട് എറണാകുളം ജില്ലയിൽ 2020 കൂടുതൽ സീറ്റ് കൊടുത്ത BJPക്ക് അത്രയും വലിയ വോട്ട് ഷെയർ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ മുനിസിപ്പാലിറ്റിയിൽ അതിലൊരു സാമാന്യം നല്ല ഭേദപ്പെട്ടത് തന്നെയാണ്.